أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله ولي الذين آمنوا يخرجهم من الظلمات إلى النور والذين كفروا أولياؤهم الطاغوت يخرجونهم من النور إلى الظلمات أولئك أصحاب النار هم فيها خالدون. السلام عليكم ورحمة الله وبركاته. സൂറത്തുൽ ബഖറ ആയത്ത് 258. അർത്ഥം: അള്ളാഹു സത്യവിശ്വാസം സ്വീകരിച്ചവരുടെ മിത്രങ്ങളാകുന്നു. അവനവരെ നാനാതരത്തിലുള്ള അന്ധകാരങ്ങളിൽ നിന്നും വിമുക്തരാക്കി പ്രകാശത്തിലേക്ക് നയിക്കുന്നു. അവിശ്വസിച്ചവരാകട്ടെ അവരുടെ മിത്രങ്ങൾ ദുശക്തികളത്രേ. അവർ അവരെ പ്രകാശത്തിൽ നിന്നും അകറ്റി അന്ധകാരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അക്കൂട്ടർ നരകാവകാശികളാണ്. അവർ അതിൽ ചിരകാലവാസികളായിരിക്കും. സയ്യിദിന ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു: അള്ളാഹു കൽപ്പിക്കുന്നു, അള്ളാഹു സത്യവിശ്വാസികളുടെ സുഹൃത്തും സഹായിയുമാണ്. അവൻ വിശ്വസിച്ചവരെ അന്ധകാരങ്ങളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു. അറബി ഭാഷാ പ്രയോഗപ്രകാരം വിജയത്തിലേക്ക് നയിക്കുന്നതിനെയാണ് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരിക എന്ന് ഉപയോഗിക്കാറുള്ളത്. ആ വിജയം ഭൗതികമായാലും ശരി, ആത്മീയമായാലും ശരി. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യവിശ്വാസികളുടെ ജമാഅത്തിനെ എല്ലാത്തരം ആത്മീയവും ഭൗതികവുമായ വിജയങ്ങളിലേക്ക് നയിക്കുന്നതാണെന്നും അവരെ എല്ലാവിധ പരാജയങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും മോചിതരാക്കുന്നതാണെന്ന് ആണ്. വല്ലദീന കഫറു ഔലിയാഹുമുത് താഗൂത്ത് യുഖ്രിജൂനഹും മിനന്നൂരി ഇലദ്ദുലുമാത്ത്. സത്യനിഷേധികളാകട്ടെ അവരുടെ രക്ഷാധികാരികൾ താഗൂത്താകുന്നു. അവർ അവരെ പ്രകാശത്തിൽ നിന്നും അന്ധകാരത്തിലേക്ക് നയിക്കുന്നു. സൂർ പറയുന്നു, ഇവിടെ താഗൂത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശൈത്താൻ്റെ പ്രതിരൂപങ്ങളായ ആളുകളെയാണ്. അവർ നിലകൊള്ളുന്ന ചെറിയ സന്മാർഗത്തിൽ നിന്ന് പോലും ദൂരത്തേക്ക് അകറ്റിക്കളയുന്നു. ഹുസൂർ പറയുന്നു, ഇവിടെ ആളുകൾ ചിന്തിച്ചേക്കാം, അവിശ്വാസികളിൽ എവിടെ നിന്നാണ് സന്മാർഗത്തിൻ്റെ ചെറിയ പ്രകാശമുണ്ടാകുക എന്ന്. പറയുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വവാദം ഉന്നയിക്കുന്നതിന് മുമ്പ് അബൂജഹലിൻ്റെ അവസ്ഥ അബൂജഹൽ കൊല്ലപ്പെടുന്ന സമയത്തുണ്ടായിരുന്ന അത്രയും മോശമായിരുന്നില്ല. കാര്യമെന്തെന്നാൽ സത്യം നിഷേധിക്കുന്നത് വഴി മനുഷ്യൻ്റെ ഹൃദയം ക്ലാവ് പിടിച്ചു പോകുന്നു. അങ്ങനെ ക്രമേണ അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ആ ചെറിയ പ്രകാശം പോലും ഇല്ലാതായിത്തീരുന്നു. ഹസ്രത്ത് മസീമൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആഗമനത്തിന് മുമ്പ് ആളുകൾ വിശ്വസിച്ചിരുന്ന ചില സത്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ അതിനെ എല്ലാം തള്ളിപ്പറയുന്നു. ഉദാഹരണത്തിന്, മസീമൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആഗമനത്തിന് മുമ്പ് മുസ്ലിങ്ങൾ തങ്ങളുടെ ഗ്രന്ഥങ്ങളിലും പ്രസംഗങ്ങളിലും ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു കവിതയായിരുന്നു മൂസ കുജ ഈസ കുജ ഇസ് ബാത് കാ ഹേ സബ്കോ ഗം. അതായത് മൂസ എവിടെ, ഈസ എവിടെ, ഈ കാര്യത്തിലാണ് എല്ലാവർക്കും ദുഃഖമുണ്ട്. എന്നാൽ ഇപ്പോൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും ഈ രീതിയിലുള്ള കവിതകളെല്ലാം അപ്രതീക്ഷമായി പോയിരിക്കുകയാണ്. അതുപോലെ മൗലവി മുഹമ്മദ് കാസിം നാനുതവി സാഹിബ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായ തഹ്സീറുന്നാസ് എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ടായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകളിൽ നിന്നും പുതിയ ശരീഅത്തില്ലാതെയും പ്രവാചകന്മാർ ഉണ്ടാകാമെന്ന്. എന്നാൽ ഇപ്പോൾ എല്ലാവരും അത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ, ഒരു പ്രവാചകൻ വരുന്നതിന് മുമ്പ് ചില ആളുകളുടെ വിശ്വാസങ്ങൾ നല്ലതായിരിക്കും.
എന്നാൽ അവർ ആ പ്രവാചകനെ നിഷേധിക്കുകയും അവരുടെ മുമ്പത്തെ വിശ്വാസത്തെ മുറുകെ പിടിക്കുകയും ചെയ്യുമ്പോൾ തങ്ങളിൽ നിന്നും കുറ്റം ഒഴിവാകാൻ വേണ്ടി അവർ വിശ്വസിച്ചിരുന്ന ആ സത്യത്തെ കൂടി അവർ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ സത്യം സ്വീകരിക്കുന്നവരാകട്ടെ നാൾക്കുനാൾ തങ്ങളുടെ വിശ്വാസത്തിൽ മുന്നേറിക്കൊണ്ടേ പോകും. യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലന്നൂർ, അവനവരെ അന്ധകാരങ്ങളിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുന്നു. ഇവിടെ അള്ളാഹു വ്യക്തമാക്കുന്നത് അള്ളാഹുവിൻ്റേതായി തീരുന്ന ആളുകളെ അവൻ ഒരു ജനത എന്ന നിലയിൽ പുരോഗതിയിലേക്ക് നയിക്കുമെന്നാണ്. എന്നാൽ ലൗകിക ജീവിതത്തിൽ മനുഷ്യന് ഓരോ ഘട്ടത്തിലും പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഇത് കണ്ട് ചില ആളുകൾക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നു. അള്ളാഹു സത്യവിശ്വാസികൾക്ക് വിജയം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അവർക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നത് എന്ന്. ഹുസൂർ പറയുന്നു, ഓർക്കുക, ഈ വാഗ്ദാനം വ്യക്തിഗതമല്ല, മറിച്ച് സാമൂഹികമാണ്. ഒരു ജനത എന്ന നിലയിലാണ് നൽകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് വ്യക്തിപരമായ കഷ്ടപ്പാടുകളെയും ബുദ്ധിമുട്ടുകളെയും ഈ വാഗ്ദാനത്തിന് വിരുദ്ധമായി കാണരുത്. പറയുന്നു, ഒരു വ്യക്തി കൊല്ലപ്പെടുകയും എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണം മൂലം ഒരു ജനതയ്ക്ക് നന്മ കൈവരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അയാൾ മരിക്കുകയല്ല, മറിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഹദരത്ത് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദാക്കപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ അദ്ദേഹം പരാജയപ്പെട്ടില്ല, മറിച്ച് തൻ്റെ ലക്ഷ്യത്തിൽ വിജയിക്കുകയാണ് ഉണ്ടായത്. ഏത് തത്വത്തിന് വേണ്ടിയാണോ അദ്ദേഹം തൻ്റെ ജീവൻ ത്യാഗം ചെയ്തത്, ആ തത്വം ഇന്നും നിലനിൽക്കുന്നു, അന്ത്യനാൾ വരെ നിലനിൽക്കുകയും ചെയ്യും. ഇതുപോലെ ചില പ്രവാചകന്മാരും ഷഹീദായിട്ടുണ്ട്. ഉദാഹരണത്തിന് യഹിയ അലൈഹിസ്സലാം, അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നുവെന്ന് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം എഴുതിയിട്ടുണ്ട്. ഒരു പ്രവാചകന് പോലും കൊല്ലപ്പെടാമെന്നിരിക്കെ ഒരു സാധാരണക്കാർക്ക് ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകളിൽ നിന്ന് എങ്ങനെയാണ് മോചിതനാകാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി കൊല്ലപ്പെടുന്നത് ആ ജനതയുടെ പരാജയത്തിന് തെളിവാകുന്നില്ല. ഉലായിക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ, അക്കൂട്ടർ നരകാവകാശികളാകുന്നു, അവരതിൽ നിത്യവാസികളായിരിക്കും. ഇസ്ലാമിൽ ബലപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല എന്ന് കഴിഞ്ഞ ആയത്തിൽ വിവരിച്ചിരുന്നു. കാരണം സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വേർതിരിഞ്ഞ് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ശത്രുക്കൾ നിങ്ങളെ ആക്രമിക്കുന്നത് കൊണ്ടാണ് യുദ്ധത്തിന് അനുവാദം നൽകിയിട്ടുള്ളത്. ഇനി ഈ ആയത്തിൽ പറയുന്നത് നിങ്ങളുടെ അന്ത്യം ശുഭകരമായിരിക്കുമെന്നും എന്നാൽ നിങ്ങളുടെ എതിരാളികളുടെ അന്ത്യം വളരെ മോശമായിരിക്കുമെന്നുമാണ്. അള്ളാഹു നിങ്ങളെ വിജയിപ്പിക്കും, നിങ്ങളുടെ ശത്രുക്കളെ തകർച്ചയ്ക്ക് ഇരയാക്കുകയും ചെയ്യും. അവർ എപ്പോഴും അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ അഗ്നിയിൽ കത്തി നശിച്ചു കൊണ്ടിരിക്കുകയും അതിൽ നിന്ന് പുറത്തു കടക്കാൻ അവർക്ക് യാതൊരു വഴിയും ഉണ്ടാവുകയില്ല. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.